ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചൈനീസ് ചിക്കൻ എഗ് റോൾസാണ്. നമുക്ക് 4 മണിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നോമ്പ് കാലത്തും നമുക്ക് നോമ്പ് തുറക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു റെസിപ്പി തന്നെയാണ്. ആദ്യം നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്ത് പീസുകളാക്കിയിരിക്കുന്ന ചിക്കനാണിത്. നമുക്ക് ലോ ഫ്ലെയിമിൽ വേണം, ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഈ ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട്. ചിക്കൻ ഒരു വൈറ്റിഷ് കളർ ആകുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയിലെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കണം. മീഡിയം ലോ ഫ്ലെയിമിൽ തന്നെ വേണം നമുക്ക് ഈ ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട്. ചിക്കനകത്തൊന്ന് മോയ്സ്ചറൊക്കെ ഇറങ്ങി ചിക്കൻ ഒന്ന് വേകുന്നത് വരെ ഒന്ന് നമുക്ക് ഒരു 7-8 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് അതൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേ വെജിറ്റബിൾസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ യെല്ലോ റെഡ് കളറിലുള്ള ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ക്യാപ്സിക്കം ഉണ്ടോ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. 3 ഉണ്ടെങ്കിലും നിങ്ങൾക്കിത് ഗ്രീനും യെല്ലോയും റെഡും ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ കുറച്ച് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കൂടെ കാബേജും ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു ക്യാരറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പീസ് കാബേജ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗവ് ഫുൾ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. കൂടെ അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. പച്ചക്കറിയിൽ നിന്നൊക്കെ നമുക്ക് മോയ്സ്ചർ ഇറങ്ങുന്നത് ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ സ്റ്റഫിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് പാൽ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ടോട്ടലി ബാറ്ററിനകത്ത് 1 കപ്പ് പാലാണ് നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ 1/2 കപ്പ് പാൽ നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കോൺഫ്ലോർ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ബിസ്ക് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെ തന്നെ ഞാനിവിടെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദ, മെഷറിംഗ് കപ്പിന് അളന്ന് വേണം ചേർക്കാനായിട്ട്. 1/2 കപ്പ് മൈദ ഞാനിവിടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. കട്ടയൊട്ടും വരാൻ പാടില്ല. കട്ടയില്ലാതെ തന്നെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. ഇനി അതിലേക്ക് ബാക്കി വന്നിരിക്കുന്ന നമ്മളുടെ പാല് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മളിവിടെ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. റോളിന് വേണ്ടിയിട്ട് നമുക്ക് ഷീറ്റിനുള്ള ബാറ്ററാണ് ഇപ്പം നമ്മളിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇപ്പോൾ ഈ കൺസിസ്റ്റൻസിയിൽ നമുക്ക് നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മതിയാകും. നിങ്ങൾക്കിത് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പാലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് അല്പം എണ്ണ തേച്ച് കൊടുത്ത് പാന് നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പോളം നമ്മളുണ്ടാക്കിയ ബാറ്റർ നമുക്കിങ്ങനെ കോരി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് നമുക്കിതുപോലെ ഷീറ്റുകൾ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഒത്തിരി വലുതായിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയും വലുപ്പത്തിൽ ഇത്രയും വട്ടത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തുമാത്രം വലുപ്പം വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് ബാറ്റർ കോരി ഒഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുക. ഇതുപോലത്തെ ഇത്രയും വലുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ ഷീറ്റുകൾ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്.
കണ്ടോ, ഒന്നുകൂടെ ഞാനിതുപോലെ കോരി ഒഴിച്ച് കാണിച്ചു തരാം. അത് കൺസിസ്റ്റൻസി ഇത് മതിയാകും. ഇത് കൂടുതൽ കട്ടി കൂടാൻ പാടില്ല, അല്ലെങ്കിൽ കട്ടി കുറയാനും പാടില്ല. ഇത് കണ്ടോ, ഇതുപോലെ നിങ്ങൾക്ക് ചുറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു ഷീറ്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എല്ലാ ഷീറ്റും ഒന്ന് ഉണ്ടാക്കിയിട്ട് വരാമേ. ഇപ്പോൾ ഞാനിവിടെ അത്രയും ബാറ്റർ കൊണ്ട് ഏകദേശം ഒരു 7-8 ഷീറ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല തിന്നായിട്ടുള്ള ഷീറ്റ്സാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ നടുവിലേക്ക് നമ്മുടെ ഫില്ലിങ് നമുക്കൊന്ന് നിറച്ച് കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഫില്ലിങ് നമുക്കിതിനകത്തേക്ക് നമ്മുടെ സ്റ്റഫിങ് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇതുപോലെ മൈദ കൊണ്ട് നമുക്കിതുപോലെ ഒരു ഗ്ലൂ ഉണ്ടാക്കിയതിന് ശേഷം നമുക്കതൊന്ന് അതിൻ്റെ ചുറ്റും ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. നമുക്കതുപോലെ കൊണ്ട് നന്നായിട്ടിത് ഒട്ടിയിരിക്കും. അപ്പോൾ നമ്മളിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതുകൊണ്ട് നന്നായിട്ടത് ഒട്ടിയിട്ടുണ്ട്. നമുക്കിങ്ങനെ എല്ലാം നമുക്കിതുപോലെ നിറച്ച് വെച്ചതിന് ശേഷം നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇതായിപ്പോൾ ഞാനിവിടെ എല്ലാം ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.